നമസ്കാരം. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് പി എസ് സിക്ക് ഒന്നാം റാങ്ക് വാങ്ങിച്ചത് എന്നതിനെക്കുറിച്ചിട്ടാണ്. നിങ്ങൾ പലർക്കും അറിയാമല്ലോ, ഞാൻ പലപ്പോഴും പി എസ് സി എഴുതിയിട്ടുണ്ടെങ്കിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. പക്ഷേ അവസാനത്തെ പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് നേടാൻ വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പല സ്കൂളുകളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒരിക്കലും ടോപ്പറേ അല്ലായിരുന്നു. പലപ്പോഴും 8th 10th റാങ്കിനുള്ളിലൊക്കെ നമ്മുടെ ആ ഒരു പൊസിഷൻ നിൽക്കത്തുള്ളൂ. പിന്നെയും പി ജി അതായത് MD ചെയ്യുന്ന സമയത്താണ് ടോപ്പിലേക്ക് എത്തുന്നത്. അതും ഒരു വലിയ നേട്ടമായിട്ടൊന്നും എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കോമ്പറ്റീഷൻ കുറവാണ്. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു. പക്ഷേ പി എസ് സിക്ക് വന്നപ്പോഴത്തേക്കുള്ള പ്രശ്നം, സാധാ പി എസ് സി അല്ല, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. 3 വേക്കൻസി ഉള്ളൂ. 36,000 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു 3 വേക്കൻസിയിൽ നമ്മൾ കടന്നുകൂടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിച്ച കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ കാര്യം, ഞാൻ ഓവർ തിങ്ക് ചെയ്യത്തില്ല. അതുവരെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഞാൻ ഓവർ തിങ്കിങ് ആയിരുന്നു. കാരണം ഒരുപാട് പേര് എഴുതുന്നുണ്ട്, എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, ഞാൻ പഠിക്കുന്ന രീതി ശരിയല്ല, ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഓവർ തിങ്കിങ് തന്നെ നമുക്കൊരു നെഗറ്റീവാണ്. നെഗറ്റീവ് അടിച്ച് നമുക്ക് പഠിക്കാനുള്ളൊരു മൂഡ് എപ്പോഴും പോകും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എക്സാമിന് ഞാൻ അങ്ങനെ കൂടുതലൊന്നും കടന്ന് ചിന്തിക്കത്തൊന്നുമില്ലായിരുന്നു. അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടു. അതായത് പഠിക്കുക, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ചിന്തിക്കാൻ പോയില്ല. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, എന്തായാലും കിട്ടണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുത്തു. രണ്ടാമത്തെ കാര്യം ചെയ്തത്, ഞാൻ പരീക്ഷയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമായിരുന്നു. പരീക്ഷയെക്കുറിച്ച് മാത്രം. അതായത് ഈ പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇത്രയും നാൾ ഫോളോ ചെയ്ത ഒരു പാറ്റേൺ ആയിരിക്കുമോ അവർ ഈ പ്രാവശ്യം ഇടുന്നത്? ചാൻസ് കാണില്ല. കാരണം ഓരോ പ്രാവശ്യവും ക്വസ്റ്റ്യൻസൊക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലേ, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പഴയ രീതി ഫോളോ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. പക്ഷേ എന്നാലും നമുക്ക് പഴയ ക്വസ്റ്റ്യൻസ് നോക്കുകയും വേണം. ഏത് ഏരിയാസാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പഴയ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമായിരുന്നു. അവർ എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ചോദിക്കുന്നതെന്ന് നോക്കും. എന്നിട്ട് ആ ഏരിയയൊക്കെ നന്നായിട്ട് അങ്ങ് പഠിച്ച് തീർക്കും. മാത്രവുമല്ല, ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കും. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ദിവസവും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ആ സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലെങ്കിലും ആ ഏരിയ നമുക്ക് ഏകദേശം ഒന്ന് പരിചയമാകും. അടുത്തത് ചെയ്തത്, എങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നതെന്നതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഓരോ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇൻഡയറക്റ്റായിട്ട് വരാം, സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരാം, കറണ്ട് അഫെയർസ് റിലേറ്റഡ് ചെയ്ത് വരാം. അപ്പോൾ എങ്ങനെയൊക്കെ വരാം എന്നൊക്കെ വെറുതെ ആലോചിക്കുമായിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ഐഡിയാസൊക്കെ കിട്ടും. അടുത്തത് ഏറ്റവും പ്രധാനം, പഠിക്കാനുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മളെ മടി ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് ഫിക്സഡ് ടൈം ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ രാവിലെ ഒരു 7 മണി തൊട്ട് 10 മണി വരെ, വൈകുന്നേരം 4 മണി തൊട്ട് 7 മണി വരെ, അങ്ങനെയൊക്കെ ചെയ്ത് വെക്കും. പക്ഷേ ചില ദിവസങ്ങളിൽ ആ സമയത്ത് പഠിക്കണമെന്നൊന്നുമില്ല, നമുക്ക് നല്ല മടിയൊക്കെ തോന്നും. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഇപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് മുമ്പ് എപ്പോഴെങ്കിലും അങ്ങ് പഠിച്ച് തീർക്കും. അത്രയും സമയം നമ്മൾ എപ്പോഴെങ്കിലും യൂസ് ചെയ്ത് തീർക്കുക. ദിവസവും മടി അങ്ങനെ കാണിക്കരുത്. എല്ലാ ദിവസവും പരമാവധി കൃത്യസമയത്ത് പഠിക്കുക. പറ്റാത്ത ദിവസങ്ങളിൽ അത് ബാലൻസ് ചെയ്ത് ബാക്കി ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങ് പഠിച്ച് തീർക്കും. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഡെയിലി നമ്മൾ ഇത്ര മണിക്കൂർ ഫിക്സഡായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. മറ്റൊരു കാര്യം ചെയ്തത് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതുകൂടാതെ നമ്മൾ ഡെയിലി ടോപ്പിക്സ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ട് അവരോടുകൂടി പഠിക്കാൻ പറയും. എന്നിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ പറയും. അപ്പം നമ്മൾ കുറച്ച് ആക്റ്റീവ് ആകും അതിനകത്ത്. നമ്മൾ തന്നെ പഠിക്കുന്നതിന് ഒരു ബോറടി വരില്ല. ഇത് കൂടാതെ നമ്മൾ കുറച്ച് തന്നെ കൂടി പഠിക്കണം. നമുക്ക് നമ്മുടേതായ സ്പേസും കൂടെ വേണമല്ലോ. പ്ലസ് നമ്മൾ കമ്പൈൻ സ്റ്റഡിയും കൂടെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കും. മറ്റൊരു കാര്യം ചെയ്തത്, റാങ്ക് ഫെയിലോ അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ കൂടുതലും നോട്ട്സ് എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് പോകും. അതിപ്പോൾ ഒരു റാങ്ക് ഫയലോ ടെക്സ്റ്റോ നോക്കിയിട്ട് അത് മാത്രം എഴുതി വയ്ക്കുകയല്ല ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എന്തെല്ലാം റെലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുമോ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അതേപോലെ ക്വസ്റ്റ്യൻസിൽ, അപ്പോൾ നമുക്ക് നെറ്റിലൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് കാണാം, ആ ക്വസ്റ്റ്യൻസൊക്കെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. ഞാൻ ഒരു പരീക്ഷയ്ക്കും ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചെയ്തത്, റിവിഷൻ. ഞാൻ നോട്ട്സ് എഴുതിയ ബുക്ക് ഒരാഴ്ചയിൽ എന്തായാലും ഒരു 2 പ്രാവശ്യം ഞാനത് വായിച്ച് നോക്കുമായിരുന്നു. എങ്കിൽ മാത്രമേ അത് മനസ്സിൽ നിൽക്കത്തുള്ളൂ. നമ്മളൊരു കാര്യം പഠിച്ചിട്ട് ആ വഴിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നമുക്ക് ഓർമ്മയിൽ വരണമെന്നില്ല. കുറച്ച് മെനക്കേടാണെങ്കിലും റിവിഷൻ നിർബന്ധമാക്കി വയ്ക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നോട്ട്ബുക്ക് ഒന്ന് ഓടിച്ചെങ്കിലും ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും അവസാനത്തെ കാര്യം പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. എന്നും പ്രാർത്ഥിക്കും, എനിക്കിത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഉറപ്പായിട്ടും മനസ്സിനെ ശാന്തമാക്കി നിർത്തുക, നന്നായിട്ട് പഠിക്കുക, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, പരീക്ഷയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, എന്തെല്ലാം പഠിക്കണമെന്ന് മാത്രം ആലോചിക്കുക, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കാതിരിക്കുക. ഇതുപോലെയുള്ള സ്റ്റഡി ടിപ്സ് ആൻഡ് മോട്ടിവേഷൻ എഴുതിയ ഒരു ബുക്കുണ്ട്. ഞാൻ എഴുതിയ ബുക്കാണ്. അത് തപാലിലാണ് അയക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.